പിണറായിയെ താഴെ ഇറക്കുകയാണ് ലക്ഷ്യമെന്ന് കെ സുധാകരൻ. എല്ലാവരും പറയുന്നു താഴെ ഇറക്കുമെന്ന്. പറഞ്ഞ് താഴെ ഇറങ്ങുമോ പിണറായി? അങ്ങനെ പറഞ്ഞാലൊന്നും ഇറങ്ങുന്നവനല്ല ഇരട്ടച്ചങ്കനെന്ന് കഴിഞ്ഞ 9 വർഷമായും മനസ്സിലാക്കാത്തവർക്കാണ് തെറ്റുപറ്റിയിരിക്കുന്നതെന്ന് വേണം കരുതാൻ. BJP അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ചു ഭരണം പിടിക്കുകയാണ് ലക്ഷ്യമെന്ന്. അതായത് പിണറായിയെ താഴെ ഇറക്കുമെന്ന്. ഇപ്പോഴിതാ സിംഹാസനം നഷ്ടപ്പെട്ട കെ സുധാകരനും പ്രഖ്യാപിച്ചിരിക്കുകയാണ് പിണറായിയെ താഴെ ഇറക്കുമെന്ന്. അധ്യക്ഷന്റെ കസേരയിൽ ഇരിക്കുമ്പോഴും അദ്ദേഹം ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്. സർക്കാരിനെതിരെ അവസരങ്ങൾ പലത് കയ്യെത്തും ദൂരത്ത് വന്നിട്ടും പിണറായിയുടെ കസേരയുടെ ഒരു കാല് പോലും ഇളക്കാൻ സാധിച്ചിട്ടില്ല. അന്നൊന്നും സാധിക്കാത്തതാണ് ഇനി ചെയ്യുമെന്ന് സുധാകരൻ പറയുന്നത്. കോൺഗ്രസിന്റെ പുതിയ വർക്കിംഗ് പ്രസിഡന്റായി നിയമിക്കപ്പെട്ട ഷാഫി പറമ്പിൽ MP മുൻ KPCC അധ്യക്ഷനെ കാണാനെത്തിയപ്പോഴാണ് സുധാകരൻ മാധ്യമങ്ങളോട് ഇങ്ങനെ പറഞ്ഞത്. ശനിയാഴ്ച രാവിലെ 11 മണിയോടെയാണ് ഷാഫി പറമ്പിൽ കെ സുധാകരനെ തോട്ടട നടാലിലെ വീട്ടിൽ കാണാനെത്തിയത്. UDF ചെയർമാൻ PT മാത്യു, സോണി സെബാസ്റ്റ്യൻ, റിജിൽ മാക്കുറ്റി എന്നിവരും ഷാഫിയോടൊപ്പം ഉണ്ടായിരുന്നു. കോൺഗ്രസിൽ തർക്കങ്ങളൊന്നുമില്ലെന്ന് കെ സുധാകരൻ MP മാധ്യമങ്ങളോട് പ്രതികരിച്ചു. സൗഹൃദാന്തരീക്ഷത്തിലാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നതെന്നും എൻ്റെ പാർട്ടി പറഞ്ഞാൽ അനുസരിക്കുമെന്നും പറഞ്ഞതിന് ശേഷമാണ് പിണറായിയെ താഴെയിറക്കുക തന്നെയാണ് ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇടതുപക്ഷത്തെ തോൽപ്പിച്ച് ആ ലക്ഷ്യം നേടുമെന്നും സുധാകരൻ പറഞ്ഞു. കഴിഞ്ഞതൊക്കെ പെട്ടെന്ന് മറക്കുന്ന സ്വഭാവമുള്ള ആളാണോ സുധാകരനെന്ന് കേട്ടു നിന്നവരിൽ സംശയമുണ്ടായെങ്കിൽ തെറ്റു പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം പറഞ്ഞ ഓരോ വാക്കുകളും പുനർവിചിന്തനം നടത്തിയാൽ അങ്ങനെ തോന്നിപ്പോകും. കോൺഗ്രസിൽ തർക്കങ്ങളില്ലെന്ന് പറഞ്ഞാൽ കൊച്ചുകുട്ടികൾ പോലും വിശ്വസിക്കുമെന്ന് കരുതാനാകുന്നില്ല. സൗഹൃദ അന്തരീക്ഷത്തിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് കൂടി പറഞ്ഞാൽ തമാശ എന്നല്ലാതെ മറ്റെന്ത് പറയാനാകും? പാർട്ടി പറഞ്ഞാൽ താൻ അനുസരിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ അടുത്ത കമന്റ്. രാഹുൽ ഗാന്ധിക്കും KC വേണുഗോപാലിനും അറിയാം സുധാകരനെ മാറ്റാൻ പെട്ട പാട് എന്ന് മാത്രം പറഞ്ഞാൽ ഇതിനുള്ള മറുപടിയായി. പിന്നെ ഇടതുപക്ഷത്തെ തോൽപ്പിച്ചു പിണറായിയെ താഴെ ഇറക്കും എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന കേൾക്കാൻ പ്രാസമുള്ള വാക്കുകളായി മാത്രം വിലയിരുത്താം. സർക്കാരിനെതിരെ ഇത്രയധികം സമരങ്ങൾ നടന്ന കഴിഞ്ഞ 1 വർഷക്കാലം പ്രതിപക്ഷ പാർട്ടിയുടെ അധ്യക്ഷനായി ഇരുന്ന സുധാകരനാണ് ഇത് പറഞ്ഞതെന്ന് ഓർക്കണം. എന്തായാലും സുധാകരന്റെ മോഹങ്ങൾ സഫലമാകട്ടെ എന്ന് ആശംസിക്കുകയാണ് 140 ന്യൂസ് പൊളിറ്റിക്സ്.